മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മുൻ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. രാവിലെ തുടങ്ങിയ പരിശോധന 7 മണിക്കൂർ പിന്നിട്ടു. പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം വാടക വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. പിണറായിയും മകൾ ടി വീണയും തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്, ആലുവയിലെ CMRL ഓഫീസ്, ശശിധരൻ കർത്തയുടെ വീട് ഉൾപ്പെടെ 12 ഇടത്താണ് ED പരിശോധന. CMRL കേസിൽ പിണറായി വിജയനും മകൾ ടി വീണയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ED വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വ്യാജരേഖകൾ ഉണ്ടാക്കി CMRL വ്യക്തികൾക്ക് ഫണ്ട് വകമാറ്റിയെന്നും ടി വീണ ഗുണഭോക്താക്കളിൽ ഒരാളാണെന്നും ED ആരോപിച്ചു. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ പിണറായിയുടെ വീടിന് മുന്നിൽ നിന്നാണ് സെയ്ഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സെയ്ഫ്, 7 മണിക്കൂർ പിന്നിടുകയാണ് പുലർച്ചെ തുടങ്ങിയ പരിശോധന. ഇതുവരെ അവിടെ എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്ന അണികളെയും നേതാക്കളെയുമാണ്. അവരൊക്കെ ഇപ്പോഴും വീടിന് മുന്നിൽ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇനി പോകുമെന്ന് തന്നെയാണ്. അടിയന്തര സെക്രട്ടേറിയറ്റും അക്കാര്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു സെയ്ഫ് കേരളത്തിൽ? ഒരേ സമയം രാവിലെ 5:50 പിണറായി വിജയന്റെ ഇവിടുത്തെ വീട്ടിലെത്തുന്നു. അതേസമയം തന്നെ മറ്റ് 11 ഇടങ്ങളിലും, കേരളത്തിൽ 10 ഇടത്തും ബാംഗ്ലൂരിൽ 2 ഇടത്തുമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. രാവിലെ 5:50 കേന്ദ്രസേനയുമായി ഉദ്യോഗസ്ഥർ ഇവിടെ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലെത്തുന്നു. 6 മണിയോട് കൂടി റെയ്ഡ് ആരംഭിക്കുന്നു. സമാനമായ സമയത്ത് തന്നെ എല്ലായിടങ്ങളിലും റെയ്ഡ് നടക്കുകയാണ്. പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള വീട്, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ വീട്, CMRL MD ശശിധരൻ കർത്തയുടെ വീട്, CMRLന്റെ ഓഫീസ്, CMRLന്റെ 2 ഉദ്യോഗസ്ഥരുടെ വീട് അടക്കം ബാംഗ്ലൂരിലെ എക്സാലോജിക്കിന്റെ പൂട്ടിയ ഓഫീസിൽ റെയ്ഡ്, വീണാ വിജയന്റെ അവിടുത്തെ ബാംഗ്ലൂരിലെ തന്നെ ഓഫീസിൽ റെയ്ഡ്, അങ്ങനെ 12 ഇടത്ത് ഒരേ സമയം റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു. ഇത് ഏതാണ്ട് 1 മണിക്കൂറും 7 മണിക്കൂറും 10 മിനിറ്റും പിന്നിടുകയാണ് ഈ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല. അതിനകത്ത് ഉദ്യോഗസ്ഥരും പിണറായി വിജയന്റെ കുടുംബവും മാത്രമാണ് ഉള്ളത്. രാവിലെ നമുക്ക് ഒരു 9:30യോട് കൂടി ലഭിച്ച ടി വീണയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇഡിക്ക് വീണയോട് ചോദിക്കാനുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 2017 മുതൽ 20 വരെയുള്ള കാലയളവിൽ 1,72,00,000 രൂപയാണ് വീണയ്ക്കും എക്സാലോജിക് കമ്പനിക്കുമായി CMRL കമ്പനി നൽകിയത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ഒരു ഉത്തരവ് പുറത്തു വന്നത്. സേവനങ്ങൾ നൽകാതെയാണ് വീണയുടെ കമ്പനിക്ക് ഈ പണം നൽകിയത് എന്നുള്ള വിവരം കൂടി പുറത്തു വന്നതോടെ പ്രമുഖ വ്യക്തിയുടെ മകളായതുകൊണ്ടാണ് ആ പണം നൽകിയത് എന്ന തരത്തിലുള്ള പരാമർശവും അതിലുണ്ടായിരുന്നു. അതാണ് ഈ മാസപ്പടി കേസ് എന്ന തരത്തിൽ നമ്മൾ കണ്ടത്. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപയെ, എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയെ വെച്ച് എഗ്രിമെന്റ് നൽകിയാണ് ആ പണം കൈമാറിയത്. അതുകൊണ്ടാണ് ഇതിന് മാസപ്പടി. എല്ലാ മാസവും ഇപ്പോൾ പണം നൽകുന്നുണ്ടായിരുന്നു. വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി എന്ത് സേവനമാണ് നൽകിയതെന്നുള്ള ചോദ്യം അന്ന് രാഷ്ട്രീയമായി തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്, അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. കേന്ദ്ര ഏജൻസികൾ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തു. SFIO ഒടുവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നു. SFI അന്വേഷണം വന്നതിന് പിന്നാലെ തന്നെ CPM അതിനകത്ത് പ്രതിരോധം തീർത്ത് രംഗത്ത് വന്നു. CPMന്റെ പ്രതിരോധം ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണ്, പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് എന്നൊരു രാഷ്ട്രീയ ആരോപണം കൂടി ഉയർത്തി CPM പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇന്നലെയാണ് ഇതിന്റെ നിർണായകമായ ദിനമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ വൈകിട്ടോട് കൂടി ഹൈക്കോടതിയിൽ നിന്ന് വിധി പുറത്തു വന്നു. ഹൈക്കോടതി CMRLുമായി ബന്ധപ്പെട്ട് CMRL ഹർജി നൽകിയിരുന്നു. EDയുടെ അന്വേഷണം SFIയുടെ കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ ആ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞു EDക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന്. മണിക്കൂറുകൾക്കകം തന്നെ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ വീടുകൾ റെയ്ഡ് നടത്തിക്കൊണ്ടാണ് ED അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചത്. അവർക്ക് തെരഞ്ഞെടുത്ത ദിവസത്തിന് പോലും പ്രത്യേകതയുണ്ട്. ഇന്നും നാളെയും പൊതു അവധിയാണ്, ഹൈക്കോടതി അവധിയാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ലോക്കിടുകയായിരുന്നു അന്വേഷണ ഏജൻസി, കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോ വെള്ളിയാഴ്ച മാത്രമേ കോടതി തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഇതിനകത്ത് അതിനുള്ളിൽ റെയ്ഡൊക്കെ അവസാനിക്കുകയും ചെയ്യും. എന്തായാലും ഈ അന്വേഷണം തുടങ്ങി, റെയ്ഡ് തുടങ്ങി ഏതാണ്ട് 7 മണിക്കൂറും 14 മിനിറ്റും പൂർത്തിയാകുമ്പോഴും വിശദമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് ഈ സേവനം നൽകാതെ പണം നൽകിയതെന്നുള്ള ആരോപണം അതിനകത്തുള്ളത് കൊണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും വിവരങ്ങൾ കേന്ദ്ര ഏജൻസി ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ ആ വിവരം കൂടി ലഭ്യമാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രവർത്തകരോട് അല്പസമയം മുമ്പ് ഏതാണ്ട് 1 മണിയോട് കൂടി
അതുവരെ ശാന്തരായിരുന്ന കുറച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി വരുന്നു. ആ ഗേറ്റ് കടന്ന് കേന്ദ്രസേനയ്ക്ക് മുന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് കുപ്പികൾ വാരി കേന്ദ്രസേനയ്ക്ക് നേരെ എറിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മുതിർന്ന നേതാക്കൾ വി ശിവൻകുട്ടി, വി ജോയ്, കടകപ്പള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ ഒരു പരിധിവരെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്നത് ഈ റെയ്ഡ് അത് അല്പസമയത്തിനകം തന്നെ സമാപിക്കും, അതുകൊണ്ട് നിങ്ങൾ ശാന്തരായിരിക്കണം എന്ന് അവരോട് പറഞ്ഞ വീടിന് മുന്നിലെ പ്രതിഷേധം തണുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പ്രവർത്തകർ അക്രമാസക്തരായതോടുകൂടി പോലീസിനെ നിയന്ത്രിക്കാൻ വേണ്ടി പുറത്തു നിന്നൊരു സൈഡിൽ നിന്ന് വരുമ്പോൾ അവിടെയും ഒരു കൂട്ടം പ്രവർത്തകർ പോലീസിനെ തടഞ്ഞു നിർത്തി അവരോട് രോഷം തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഈ സമീപകാലത്തൊന്നും CPM-ൽ നിന്ന് ഇത്രയും പ്രതിഷേധം കണ്ടിട്ടില്ല. കേരളമുടനീളം പിണറായി വിജയനെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കുകയാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിൽസി, യെസ്, അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. സൈഫ, പിണറായി വിജയനെതിരായുള്ള അന്വേഷണം, മകൾ വീണയ്ക്കെതിരായുള്ള അന്വേഷണത്തെ പാർട്ടി ഒന്നടങ്കം, അണികൾ ഒന്നടങ്കം തെരുവിലിറങ്ങി പ്രതിരോധിക്കുകയാണ്. വലിയ പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇടിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരുവുകളിൽ മുഴങ്ങി കേൾക്കുകയാണ്. അതിനിടെ